ഇടിക്കുന്നു. അലാവുദ്ദീൻ. ആ മോനെ അലാവുദ്ദീൻ. അത്ഭുതങ്ങളൊക്കെ കിതറയാണ്. ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്നു. ആറ്റം തൊട്ട് ഈ അറ്റം വരെ രാവിലെ മുതലേ ഞാൻ. ഹലോ, നമസ്കാരം. ട്രാവൽ ടോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം തെങ്ങണിലുള്ള ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിഞ്ഞു. ഇനി പാർട്ട് 3ലേക്കാണ് പോകുന്നത്, തെങ്ങണിലെ വിശേഷങ്ങൾ. അപ്പം ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ചെയ്യണം, ലൈക്ക് അടിക്കണം, കമന്റ് ഇടണം. അപ്പം നമുക്ക് പാർട്ട് 3ലേക്ക് ഒന്ന് പോയാലോ? വാ. നേരത്തെ ഞാൻ തെങ്ങണേ വരുമ്പോൾ ഇത്രയും ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കി എന്നാ ട്രാഫിക് ബ്ലോക്കാണ് നോക്കി. ആറ്റം തൊട്ട് ഈ അറ്റം വരെ രാവിലെ മുതലേ ഞാൻ ട്രാഫിക് ബ്ലോക്കിന്റെ കാര്യമാണ് പറയുന്നത്. കാര്യം എന്നാണെന്നറിയോ, ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ ബ്ലോക്ക് മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല, ഒരേ ബ്ലോക്ക്. ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതാണ് ഹോട്ടൽ സീന. അടിപൊളി ബീഫ് ഫ്രൈയും ഒക്കെയാണ് അവിടെ ഉള്ളത്. നല്ല പൊറോട്ടയൊക്കെയാണ്. ഞങ്ങൾ ഇവിടെ 3-4 ദിവസം ഉണ്ടായിരുന്നു. 3-4 ദിവസവും ഞങ്ങൾ അവിടെ നിന്നാണ് ആഹാരം കഴിച്ചത്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് നല്ല നല്ല ഹോട്ടലുകളും അതുപോലെ വി ഗോൾഡ് അങ്ങനെയുള്ള ഒരുപാട് നല്ല സ്ഥാപനങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2025 എല്ലാവരും ആഘോഷത്തോടു കൂടി പറഞ്ഞയക്കാൻ വേണ്ടി അങ്ങോട്ട് തീരുമാനിച്ചു. ഇവിടെ ലൈറ്റെല്ലാം കത്തിച്ച് റെഡിയായി നിൽക്കുകയാണ്. 2026 ക്ഷണിക്കപ്പെടാൻ വേണ്ടിയിട്ട് 2025 പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടും ഇങ്ങനെ എല്ലാവരും ധൃതി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള 2025 പറഞ്ഞു വിടുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. കാരണം എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും എൻ്റെ നല്ല നിങ്ങളെല്ലാവരെയും സന്തോഷമായിട്ട് ഒരുപാട് നിമിഷങ്ങൾ 2025 സംഭവിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2026 നമുക്കിനി 2026 കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പറയാം. അതിന് മുമ്പ് 2025 കുറേ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്. അപ്പോൾ തെങ്ങണയുടെ വിശേഷങ്ങൾ പറയാനായിട്ട് നമുക്കൊരു ചേച്ചിയെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ചേച്ചിയെ പരിചയപ്പെടാം. ഹലോ ചേച്ചി, ചേച്ചിയുടെ പേരെങ്ങനെയായിരുന്നു? ലേഖ. ചേച്ചിയുടെ പേര് ലേഖ എന്നാണ്. ചേച്ചി ഈ നാട്ടുകാരി തന്നെയാണ്. തെങ്ങണയെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. ഇപ്പൊ സാധനം മേടിക്കാൻ വേണ്ടി, പച്ചക്കറി മേടിക്കാൻ വേണ്ടി അതെ, ഞങ്ങൾ ഒരു കുസൃതി ചോദ്യമുണ്ട്. അപ്പം ഞങ്ങളുടെ ചാനലിന്റെ പേര് ട്രാവലിംഗ് ടോക്സ് എന്നാണ്. അപ്പം കുസൃതി ചോദ്യത്തിന് ഉത്തരം പറയുവാണെങ്കിൽ ഒരു സമ്മാനമുണ്ട്. അപ്പൊ എങ്ങനെ, ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ? ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി. ആലോചിച്ച് പറഞ്ഞാൽ മതി. ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയാം. ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി. മീൻ. അപ്പൊ നമ്മുടെ ചേച്ചിയുടെ പേരൊന്നും പറഞ്ഞേ? ലേഖ ചേച്ചി പറഞ്ഞ ഉത്തരം ശരിയാണ്. മീൻ എന്നാണ് ഉത്തരം. അപ്പം ട്രാവലിംഗ് ടൂർസ് നൽകുന്ന സമ്മാനം ചേച്ചിക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പം ട്രാവലിംഗ് ടൂർസിന്റെ 1 മാസത്തെ മസാലക്കൂട്ട്, ബോധിനിയുടെ മസാലക്കൂട്ട് കൊടുക്കുവാണ്. അപ്പൊ ചേച്ചിക്ക് സന്തോഷമായല്ലോ? താങ്ക് യു. വെൽക്കം. തെങ്ങണയിലായാലും ശരി, ഇനി കേരളത്തിന്റെ എവിടെ പോയാലും ശരി, ബംഗാളികൾ ഇഷ്ടം പോലെയുണ്ട്. ബംഗാളികൾക്ക് പണിയുണ്ട്, അവരാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് താനും. कलकत्ता से वेस्ट बंगाल। वेस्ट बंगाल। इधर क्या काम करता है? इधर हम वो बिल्डिंग बनाते हैं। कितने आदमी है? वो मलयाली के साथ में काम करते हैं? मलयाली के साथ है, मलयाली बगैर मलयाली की भी है। ओनली बिल्डिंग का। तुम्हारा नाम क्या है? वही सेम काम है. नाम क्या है? അലാവുദ്ദീൻ. ആ മോനെ അലാവുദ്ദീൻ. അത്ഭുതങ്ങളൊക്കെ കിതറയാടാ. അത്ഭുതങ്ങളൊക്കെ അലാവുദ്ദീനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ. മലയാളികൾക്കൊക്കെ സംസാരം ഇച്ചിരി മടിയില്ല. ബംഗാളികളാകുമ്പോഴത്തേനും അവന്മാര് പറയുന്നത് നമുക്കും മനസ്സിലാകത്തില്ല, നമ്മൾ പറയുന്നത് അവന്മാർക്കും മനസ്സിലാകത്തില്ല. അപ്പൊ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. नाम बोलो, तुम्हारा नाम बोलो. राजून. किधर से आया? बंगाल से और कलकत्ता? तुम्हारा घर किधर है? घर? हाँ तो कलकत्ता से मैं आया. तुम्हारा नाम क्या है भैया? ഇടിക്കുന്നു. ഇടിയാജ്. മോനെ പേര് തന്നെയാണ്, കിടക്കാച്ചി പേരാ ഇടിയാജ്. തെങ്ങണയെ കുറിച്ച് പറയാൻ വേണ്ടി പറ്റിയ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? അനിൽകുമാർ. ചേട്ടൻ എത്ര നാളായി ഇവിടെ ഈ വണ്ടിയിൽ? ഞാനിവിടെ തുടങ്ങി പുതിയതാ. ഞാനിപ്പോ 2-3 മാസമായത്. 2-3 മാസമാണ്. അപ്പൊ ഇതിനു മുമ്പ് അപ്പുറത്തെ സൈഡിലായിരുന്നല്ലേ? അത് ശരി. തെങ്ങണയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞങ്ങളെ കുഴപ്പമില്ല, നല്ല സിറ്റിയാണ്, നല്ല തിരക്കുള്ള ആൾക്കാരൊക്കെ നല്ല സഹകരണമാണ്. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്ന് സവോളയ്ക്ക് എന്നാ വില? സവോള ഇപ്പൊ 3 കിലോ 100. 3 കിലോ 100? ആഹാ. നാരങ്ങയോ? 2 കിലോ 100. കിഴങ്ങിനോ? കിഴങ്ങ് 2 കിലോ 100.
അപ്പോൾ പച്ചക്കറിക്ക് ചേട്ടൻ്റെ പേരെന്തേലും അനിൽ അല്ലേട്ടൻ്റെ അടുത്ത് പച്ചക്കറിക്ക് വില കുറവ് കേട്ടോ. ഇവിടെ ഉണ്ട്, വെട്ടിയോട്ടയിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് തെങ്ങണയിൽ വന്ന് പച്ചക്കറി വാങ്ങുമ്പോൾ നമ്മുടെ അനിലേട്ടൻ്റെ വെട്ടിയോട്ടയിൽ നിന്ന് വാങ്ങിച്ചോടും കേട്ടോ. അപ്പം തെങ്ങനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം താങ്ക്സ്. ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ബ്ലോക്കാണ്. ബ്ലോക്കിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഈ ചാനലിനകത്ത് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജനങ്ങളെ. എന്തോരം ബ്ലോക്ക് നോക്കി, വലിയ വലിയ വണ്ടികളൊക്കെയാണ് വരുന്നത്. എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ ബ്ലോക്ക് ഓരോ 2 മിനിറ്റ് കൂടുമ്പോൾ ഇതേപോലെ ഈ റോഡ് ബ്ലോക്ക് ആകുന്നുണ്ട്. സംഭവം എന്നാണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. തെങ്ങനയുടെ ഹൃദയ ഭാഗത്ത് തന്നെ നല്ല അടിപൊളി ബ്യൂട്ടി സലൂൺ ഉണ്ട്. നമ്മൾ ഒരുപാട് സലൂണൊക്കെ കേട്ടിട്ടുണ്ട്, നമ്പർ 1 സലൂൺ എന്നൊക്കെ പറയാറുള്ളൂ. പക്ഷെ ശരിക്കും ഉള്ള നമ്പർ 1 സലൂൺ ഞാൻ കാണിച്ചു തരാം. ഇതേ ഇങ്ങോട്ട് നോക്കിയേ, എലൻസ യൂണിസെക്സ് ബ്യൂട്ടി സലൂൺ. ഇതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് അകത്ത് കയറി ചോദിക്കാം. വാ. നമ്മളിപ്പം സലൂണിന്റെ മുമ്പിൽ എത്തി. നമുക്ക് ഈ ഡോറ് തുറന്ന് സലൂണിന്റെ ഉള്ളിലേക്ക് പോകാം. ചൂടത്തുനിന്ന് കയറി വന്നതുള്ളൂ. ഇതിനകത്ത് കയറിയപ്പോൾ നല്ല തണുപ്പാണ്. 10 മിനിറ്റ് ഇവിടെ ഇരിക്കും, അത് വേറെ കാര്യം. പിന്നെ ഇവിടുത്തെ ഹൈജീനിക്കും കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി ഹൈജീനിക്കാണ്. ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ ഇതാണ് മോനെ ബ്യൂട്ടി പാർലർ. ഇതിന്റെ വിശേഷങ്ങൾ കൂടുതൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓണർ ആയിട്ടുള്ള സാർ ഇവിടെ ഉണ്ട്. നമുക്ക് സാറിനോട് നേരിട്ട് തന്നെ സംസാരിക്കാം. ഹലോ, ഹായ്. ഹലോ, നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ നിങ്ങളെ കേട്ടിട്ടാണ് നമ്മൾ വരുന്നത്. വെളിയിൽ നിന്ന് ആൾക്കാർ പിള്ളേരോടൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഈ സലൂണിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ബ്യൂട്ടി സലൂണിനെ കുറിച്ച് നമ്മൾ കുറെ ആൾക്കാരോട് ചോദിച്ചു. കുട്ടികളൊക്കെ പറയുന്നത് നിങ്ങളുടെ സലൂണിന്റെ പേരാണ്. അങ്ങനെയാണ് നമ്മൾ ഈ സലൂണിൽ വന്നതും നിങ്ങളുമായിട്ട് ഇപ്പം ഇന്റർവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് ഇത് ബ്യൂട്ടി സലൂണിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന ടിപ്പും അതേപോലെ തന്നെ ഇവിടുത്തെ സർവീസിനെ കുറിച്ചൊക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊക്കെ നിങ്ങളൊന്ന് പങ്കുവെക്കുവായിരുന്നെങ്കിൽ, സാറ് പങ്കുവെക്കുവായിരുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതിന് മുമ്പായിട്ട് സാറിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ഫിലിപ്പ്. ഈ നാട്ടുകാരൻ തന്നെ? അപ്പൊ നമ്മുടെ നമ്മുടെ പ്രേക്ഷകർക്കുള്ള ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നമുക്കിവിടെ നമ്മുടെ സലൂൺ എന്ന് പറഞ്ഞാൽ ഹെയർ, സ്കിന്ന്, മേക്കപ്പ്, നെയില് തുടങ്ങിയ എല്ലാ സർവീസും നമുക്ക് അവൈലബിൾ ആണ്. ഹെയറിൽ വരുമ്പോൾ നമുക്ക് എല്ലാ അഡ്വാൻസ് ഹെയർ കട്ടിങ്ങും ഹെയർ ട്രീറ്റ്മെന്റും ഹെയർ കളറിങ്ങും നമുക്കുണ്ട്. പിന്നെ ബ്യൂട്ടിയിലോട്ട് വരുമ്പോൾ നോർമൽ മുതൽ പ്രീമിയം ഫേഷ്യലുകളും നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ മേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മേക്കപ്പ് നമുക്കിപ്പം പാർട്ടി മേക്കപ്പ്, ബ്രൈഡൽ ആൻഡ് ഗ്രൂം മേക്കപ്പ് തുടങ്ങിയ എല്ലാ മേക്കപ്പുകളും നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമ്മളിവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു അഫോർഡബിൾ പ്രീമിയം സർവീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം ആണെങ്കിലും ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടന്റ്. ഇതൊക്കെ എന്തിനുള്ളതാണ്? ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ആഫ്റ്റർ കെയർ ഷാംപൂ, കണ്ടീഷണർ, സൾഫേറ്റ് ഫ്രീ ഷാംപൂ, സൾഫേറ്റ് പാരബിൻ ഫ്രീ ഷാംപൂ, അതായത് കെമിക്കൽസ് കുറവുള്ള, അതെ കെമിക്കൽസ് കുറവായിട്ടുള്ള സൾഫേറ്റ് ഫ്രീ പാരബിൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ, കണ്ടീഷണർ ഒക്കെയാണ്. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. അതെ. ഇതൊക്കെ ഇത് നമ്മൾ ആഫ്റ്റർ ട്രീറ്റ്മെന്റ്, ബോട്ടോക്സ്, പല ട്രീറ്റ്മെന്റുകളുണ്ട്. നാനോപ്ലാസ്റ്റിയ, ബ്രസീലിയൻ ബോട്ടോക്സ് തുടങ്ങിയ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുന്ന ആഫ്റ്റർ കെയർ ഷാംപൂ ആണ് ഇത്. അതേപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഫേഷ്യലാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് നിലവിൽ? നമുക്കിപ്പോ നോർമൽ മുതൽ പ്രീമിയം എല്ലാ ഫേഷ്യലും നമുക്കുണ്ട്. ഹൈഡ്രാ ഫേഷ്യൽ തുടങ്ങിയ എല്ലാ ഫേഷ്യലുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെല്ലാം ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റുകൾ, ഓസ്ട്രേലിയൻ ബ്രാൻഡ് പ്രൊഡക്റ്റുകളുണ്ട്, പ്രീമിയം കമ്പനിയുടെ പ്രൊഡക്റ്റുകളുണ്ട്. ഇതൊക്കെയാണ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെല്ലാം. ഇത് കസ്റ്റമർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ? ഇത് കസ്റ്റമർക്ക് റീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കാൻ വെച്ചേക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ഇതെല്ലാം ആഫ്റ്റർ കെയർ ഷാംപൂ, കണ്ടീഷണർ, ഇതെല്ലാം ലോറിയൽ, ഷോസ്കോപ്പ് തുടങ്ങിയ മെട്രിക്സ് തുടങ്ങിയ എല്ലാ പ്രീമിയം ഹൈ എൻഡ് പ്രൊഡക്റ്റുകളായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ മെനുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും വായിച്ചു തീർക്കണമെങ്കിൽ ഒരാഴ്ച ഇവിടെ വന്ന് നിൽക്കേണ്ടി വരുമല്ലോ? അതെ, നമുക്ക് കുറെ സർവീസ്, നമുക്ക് ഹെയർ, സ്കിന്ന് സംബന്ധമായിട്ടുള്ള എല്ലാ സർവീസും ഉണ്ട്. എല്ലാ സർവീസും ഉണ്ട്. നോക്കിയേ, ഹെയർ കട്ടൊക്കെ നോക്കിയേ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസ് ആണ് എല്ലാം കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ നമുക്ക് എലൻസയുടെ മറ്റുള്ള കാഴ്ചകളും കൂടി കാണാം. വാ, നോക്കിയേ, ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നോക്കിയേ, എത്ര മനോഹരം നോക്കിയേ. ഈ ടൗണിൽ ഫുള്ള് തിരക്ക് നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. നല്ല വ്യൂ ആണ്, അതേപോലെ തന്നെ നല്ല ആംബിയൻസ് ആണ്. അത് എടുത്തു പറയുന്ന കാര്യമാണ്. ആംബിയൻസിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയേ, നമുക്ക് ഈ ടൗണിന്റെ തിരക്കുകൾ മുഴുവൻ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് സുന്ദരന്മാരും സുന്ദരികളും ആകാം. ഇവിടുത്തെ കാഴ്ചകൾ കാണുക,
അതേപോലെ ഇവിടുത്തെ ആംബിയൻസും ഇന്റീരിയൽ വർക്കുകളൊക്കെ നോക്കാൻ അടിപൊളിയാണ്. ഇവിടെയൊക്കെ ഇരുന്ന് വേണം നമ്മൾ നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് സ്റ്റൈലാക്കാനായിട്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് ഇവിടെ ഒന്ന് തലയൊക്കെ ഒന്ന് മിനുക്കി താടിയൊക്കെ ഒന്ന് സെറ്റാക്കി പറ്റുമെങ്കിൽ ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ട് ഇന്ന് ഞാൻ ഇവിടുന്ന് പോകുന്നത്. നമുക്ക് ആദ്യമേ ഹെയർ ഒന്ന് വാഷ് ചെയ്യാം. വാ. നമുക്ക് ഇവരുടെ പെഡിക്യൂർ സെക്ഷനിലോട്ട് കയറാം. ബാ. ഇത് ലേഡീസിന്റെ സെക്ഷനാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മെയിൽ സെക്ഷൻ വരുന്നത്. ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ട്. നമുക്ക് കസ്റ്റമറോട് നേരിട്ട് തന്നെ ഈ ഷോപ്പിന്റെ റിവ്യൂ ചോദിക്കാം. ഹലോ, എക്സ്ക്യൂസ് മീ മാഡം, എങ്ങനെയുണ്ട് നമ്മളിപ്പോൾ ഇവിടുത്തെ വീഡിയോയും കാഴ്ചകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഡയറക്റ്റ് കസ്റ്റമറോട് തന്നെ ചോദിക്കാന്ന് ഓർത്തു. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഷോപ്പിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് മേഡം ഒന്ന് സംസാരിക്കാമോ? നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആക്ച്വലി ഇവിടെ ഹെയർ കട്ടിങ്ങിനും ഹെയർ കളറിങ്ങിനും വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി എനിക്ക് എങ്ങനെയാണ് ഞാൻ കൊടുത്തത് അതുപോലെ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വൈബ് ആണെങ്കിലും നല്ല രസമുണ്ട്. ഇവിടുത്തെ സർവീസും ഇവിടുത്തെ ആൾക്കാരും എംപ്ലോയീസ് എല്ലാം നല്ല ഭംഗിയായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര വെൽക്കമിങ് ആണ്. ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതെന്നാ സംഭവം? കുറെ ഹെയർ ഇല്ല ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്നാ സംഭവം? നമ്മള് ഇവിടുത്തെ കളർ ചാർട്ട്. നമുക്കിവിടെ ഇഷ്ടംപോലെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഹെയർ കളറിങ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിപ്പോ എല്ലാ മോഡേൺ ഫാഷനബിൾ കളേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഗ്ലോബൽ, ഓംബർ, ബാലേജ് എന്നൊക്കെ പറഞ്ഞ എല്ലാ കളറിങ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണ്. ഹെയർ ട്രീറ്റ്മെന്റ്, പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്, ഇതെല്ലാം ബ്രസീലിയൻ പ്രൊഡക്ട്സ് ആണ്. എല്ലാം ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സുകളാണ് ഇതെല്ലാം നമുക്ക് വരുന്നത്. അപ്പൊ കസ്റ്റമർ വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ് ചൂണ്ടിക്കാണിക്കുക, നിങ്ങൾ ആ കളർ അതെ ഹെയറിൽ ചെയ്യുന്നത് എന്താണോ അത് അവരുടെ ഹെയർ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അത് പറ്റുമോ ചേരുവോ എന്ന് നോക്കിയിട്ട് നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് അവർക്ക് അത് സ്യൂട്ടബിൾ ആണെങ്കിൽ അവർക്ക് റെക്കമെൻഡ് ചെയ്യും. അവരുടെ ഹെയറും കണ്ടീഷനൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. എലൻസ ബ്യൂട്ടി സലൂണിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പം നമുക്ക് തെങ്ങണയെ കുറിച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ആളാണ്. നമുക്ക് ചോദിച്ചു നോക്കാം. സാറിന്റെ പേര് എങ്ങനെയായിരുന്നു? ബിറ്റുയുടെ നാട് തെങ്ങണ തന്നെയാണ് അല്ലെ? ഇവിടെ എന്താ ജോലിയല്ലോ? ഞാൻ അധ്യാപകനാണ്. പ്ലസ് ടു അധ്യാപകനെ കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ തലമുറകളെ കുറിച്ചുള്ള ഒരു ഇതെങ്ങനെ? ഇപ്പോഴത്തെ തലമുറ നല്ലതാണ്. അവർക്ക് ആശയങ്ങളുണ്ട്. പക്ഷേ നമ്മൾ അവരെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യണം. അതാണ് മെയിൻ. ഡയറക്റ്റ് ചെയ്യണം. അവരുടെ ചില ആശയങ്ങള് അവർക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. അപ്പൊ അത് നമ്മളവരെ പറഞ്ഞു മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറ നല്ല രീതിയിൽ പോകും. പക്ഷെ നല്ല ഒത്തിരി കഴിവുള്ള പൊട്ടൻഷ്യലുള്ള വലിയൊരു തലമുറയാണ് നമുക്ക് വരുന്നത്. അപ്പൊ അവർക്ക് അതിനുള്ള അവസരങ്ങളുണ്ട്. അവർക്ക് അതിനുള്ള എന്താ പറയുന്ന ഒരു വാതായനം നമ്മൾ തുറന്നിട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ ഈ സമൂഹത്തെ മാറ്റിമറിക്കും. ഇന്ത്യ നമ്മൾ പറയില്ല ജെൻസി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. ആ കാലഘട്ടത്തിൽ 5G വരെ നമ്മുടെ കേരളത്തിൽ പോലും എത്തിക്കഴിഞ്ഞു. ആ 5G 7G ആക്കാൻ പറ്റുന്ന പ്രാപ്തിയുള്ള കുട്ടികളാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. കാരണം ഞാനൊരു പ്ലസ് ടു അധ്യാപകനായതുകൊണ്ട് തന്നെ ടീനേജ് വൈബ് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ സാറിന് ഈ അധ്യാപനം അല്ലാതെ വേറെ എന്തെങ്കിലും? ഞാൻ ഒരു യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ഞാൻ കലാകാരനായിരുന്നു. നമ്മൾ പെട്ട പുലിയുടെ മുമ്പിലോട്ടോ യൂണിവേഴ്സിറ്റി കലാകാരന്റെ മുമ്പിൽ നമ്മൾ ഉപയോഗപ്പെടുന്നത്. ഞാൻ മൈം ഒരു ഡിഗ്രി തലങ്ങളിലൊക്കെ സ്റ്റേറ്റ് വിന്നർ ആണ്. അതുപോലെ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതാറുണ്ട്. ഞങ്ങള് സ്കൂളിൽ ഹയർ സെക്കൻഡറി നാടകങ്ങൾ കാണാറുണ്ട്. ഹയർ സെക്കൻഡറി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ വേറെ എന്നാ ഉണ്ട്? പിന്നെ ഞാൻ പറയുന്നത് ഞാൻ പഠിപ്പിക്കുന്ന രീതി തന്നെയാണ് എന്റെ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം. നമ്മളൊരു എന്താ പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ്, അതാണ് നമ്മുടെ ഒരു കാരണം. പർച്ചേസിന് ഇറങ്ങിയാണ്. നിങ്ങൾ കണ്ടല്ലോ തെങ്ങനാട് ഒരു വൈബ് കണ്ടല്ലോ. ഏറ്റവും വലിയ വൈബ് വണ്ടി ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ടൗൺ ആണ്. പക്ഷെ വണ്ടിയുടെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷേ വേറെ ഗുണം നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ ഒരു അനാവശ്യമായ ബ്ലോക്ക് ഇല്ല. ഇവിടുത്തെ ആൾക്കാരെ പരസ്പരം സ്നേഹമുള്ളവരാണ്. നമ്മൾ പറയുന്ന ഒരു ബഹളം ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇത്രയും ബ്ലോക്ക് ഉണ്ടായിട്ടും ഒരു ബഹളമില്ല. നമ്മൾ കൊച്ചിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം, ഓണടി, ഒരു എന്താ പറയുക, നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും. ഇവിടെ നമുക്ക് ഇറങ്ങി നടക്കാൻ സുഖമുണ്ട്.
നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന നാട്ടിൻ പുറത്തെ ഒരു ടൗൺ എന്ന് വേണം നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി താങ്കളുടെ വിലയേറിയ സമയം ചെലവാക്കി ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഞങ്ങളുടെ ചാനൽ ട്രാവലിംഗ് ഡോട്ട്സ് എന്നാണ്. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായും ഈ പ്രോഗ്രാം താങ്കൾക്ക് അതിലൂടെ കാണാൻ പറ്റും കേട്ടോ. Thank you, thank you, ഓക്കെ, താങ്ക് യു, താങ്ക് യു. ചേട്ടാ കപ്പയ്ക്ക് എന്നാ വില ചേട്ടാ? 3 കിലോ 100. പൈസ ഇല്ലാതെ കൊടുക്കുമോ 3 കിലോ? ഗൂഗിൾ പേ ആണെങ്കിൽ കൊടുക്കും അല്ലേ? അപ്പൊ ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നേ? എന്റെ പേര് ജമാല്. ജമാല് എത്ര നാളായി ഇവിടെ കപ്പ കച്ചവടമൊക്കെ തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഒരു 12 വർഷമായി. 12 വർഷമായി. എന്താ തെങ്ങണയെ കുറിച്ച് പറയാനുള്ളത്? തെങ്ങണ എന്ന് പറഞ്ഞാൽ തെങ്ങണയല്ലേ ജീവിക്കാൻ പറ്റിയ സ്ഥലം. ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒരു ടെൻഷനും വേണ്ട. ഒരു ടെൻഷൻ വേണ്ട. ആർക്കും ഇവിടെ വന്ന് തെങ്ങണയെ വന്നു കഴിഞ്ഞാൽ ജീവിക്കാം. തെങ്ങണയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ തെങ്ങണയെ പോലെ ഒരു നല്ല കാലം ഈ കേരളത്തിൽ കാണത്തില്ല. അതുപോലെ മതസൗഹാർദ്ദവും എല്ലാം ഒന്നിച്ച് വളരുന്ന ഒരു സ്ഥലം അല്ലേ? അപ്പൊ നല്ലൊരു ഇവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അതാ വേണ്ട, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും. എല്ലാരും ഒന്നുപോലെ. ഇപ്പം തെങ്ങണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എല്ലാരും ഹാപ്പിയാണ്. അപ്പൊ ഓക്കെ കേട്ടോ, ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു. തെങ്ങണയിലെ സ്റ്റാറിനെ കിട്ടിയിട്ടുണ്ട്. സ്റ്റാറിനെ നമുക്കൊന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചേക്കാം. പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് ജോർജ്. ജോർജ് ചേട്ടാ എത്ര നാളായി ഇവിടെ? ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു 4 വർഷമായി. 4 വർഷമായി. തെങ്ങണയെ കുറിച്ച് എന്താ അഭിപ്രായം? തെങ്ങനെ കുറിച്ച് നല്ല ഏരിയ അല്ലേ? നല്ല ഏരിയ ആണ്. നല്ല സൗഹാർദ്ദമുള്ള ഒരു സ്ഥലമാണ് തെങ്ങനെന്ന് പറഞ്ഞാല്. നമ്മളിവിടെയുള്ള നേരത്തെയുള്ള പഴയ ആൾക്കാർ, അതായത് ഇപ്പൊ പുതുതലമുറയല്ല, പഴയ ആൾക്കാർ കൂടുതലുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ തെങ്ങണെന്ന് പറയുന്ന സ്ഥലമുള്ളത്. ഇപ്പൊ തെങ്ങണയുടെ ജനസിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുക. കാറ്റ് കാണാൻ മാത്രമല്ല, നമ്മൾ അറിയുന്നവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എല്ലാവരും കാണാൻ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ അങ്ങ് ഇരിക്കാം. അത്രേ ഉള്ളൂ കേട്ടല്ലോ. അപ്പോൾ എല്ലാവരും തെങ്ങണയിലെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടല്ലോ. പാർട്ട് 3 കഴിഞ്ഞു. പാർട്ട് 4ലേക്ക് നമ്മൾ പോവാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ചെയ്യുക, കമന്റ് ഇടുക, ലൈക്ക് അടിക്കുക.